കില്ലാടികളെ അങ്ങനെ നമ്മൾ ആട് 3 കണ്ടുട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം ഇല്ലാട്ടുള്ള വെയിറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ആട് 3ക്ക് വേണ്ടി ഏകദേശം ഫസ്റ്റ് പാർട്ട് നമ്മൾ തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, നമ്മൾ മറ്റേ വീട്ടിൽ തന്നെ കണ്ടത്. പിന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ തിയേറ്ററിൽ പോയി, ഫൈനലി തേർഡ് പാർട്ട് വന്നു, കണ്ടു ഇല്ലാട്ടുള്ള. സത്യം പറയുമല്ലോ, മിഥുൻ മാനുവൽ തോമസ് ഡയറക്ടർ. ഞാനിപ്പോൾ ഡയറക്ടറിന്റെ പേര് ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് നമ്മൾ കണ്ടില്ല, ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പടം എന്നൊരു കോൺസെപ്റ്റിലല്ലേ പോകുള്ളൂ. എനിക്കില്ലാട്ടുള്ള എടുത്തു പറയുന്നത് എന്താ ചോദിക്കില്ലേ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ നമ്മുടെ ചാനലിൽ എന്തോ 1 മാസത്തോളമായി. അപ്പോൾ അത് കാര്യമില്ല, 1 മാസത്തോളം. അപ്പോൾ നമ്മൾ തിരിച്ചു വരവാണിത് എന്ന് വെച്ചാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് വേറെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിലല്ല, പടം കഴിഞ്ഞ് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കൂട്ടാൻ കാറിലാണ്. അപ്പോൾ സീക്രട്ട് ഏജന്റ് പോലെയൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്, യാദൃശ്ചികം മാത്രം, മനസ്സിലായില്ലേ? സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ആട് 3 ഇല്ലാടല്ലേ. സത്യം പറയല്ലോ, എന്ന് വെച്ചാൽ എന്നടാ പന്നി വെച്ചിരിക്കുക എന്നൊരു നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. എന്ന് വെച്ചാൽ അമ്മാതിരി സാധനങ്ങളാണല്ലേ. മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ടൈം ട്രാവൽ സംഭവമാണ്. നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട പോലെയും അല്ലെങ്കിൽ പോസ്റ്ററിൽ കണ്ട പോലെയൊക്കെ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലം AD കാലഘട്ടം 1780 1790 കാലഘട്ടം ഉണ്ടല്ലോ, അതും 2025 കാലഘട്ടവും. ഈ 2 കാലഘട്ടം കൂടി വരുന്നൊരു സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് തോന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഇൻട്രോ ഒരു എൻട്രൻസ് ഒക്കെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാന്റെ ഇൻട്രോ ഒക്കെ വരുന്നുണ്ട്. ആശാൻ പല വേഴ്സിലായിട്ടില്ല അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ ആയ കാരണം 3-4 ടൈപ്പിൽ മറ്റേ 3-4 ടൈപ്പിലൊക്കെ മൂപ്പര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് ഞാൻ പറയുന്നത് ഇന്റർവ്യൂലില്ല, ആ ഇന്റർവ്യൂല് അതിൽ നമുക്ക് പരമാവധി കണക്ട് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ സംഭവം നടക്കും, ആ ഒരു AD കാലഘട്ടം നടക്കും, പെട്ടെന്ന് 2025 അങ്ങനെ വരും. അപ്പൊ നമ്മളും വിചാരിക്കും ഇതെന്താ സംഭവം, ഇനിയിപ്പോൾ ആ ഒരു കഥ ഉണ്ടാവും. ഫസ്റ്റ് ഞങ്ങൾ കാണുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ആട് 3 പരിപാടി കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷേ കേട്ടല്ലോ, അതിന് ശേഷമുള്ളതാണ് നമുക്ക് കാണുന്നത്. ഇന്റർവ്യൂവിന് ശേഷം എന്ന് വെച്ചാൽ പറയാനുള്ളത് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്കൊരു ഫീൽ വന്നു. ഞാൻ ഓവറോൾ പറയണ്ട എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാരക്ടറിന് ആ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു, ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊന്നും പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഒരു നോർമൽ ഓഡിയൻസ് എന്ന രീതിയിൽ കണ്ടത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി, അതേ പറയുന്നുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് നല്ല ഫസ്റ്റ് പാർട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഇന്റർവ്യൂവിലെ ഒരു ഭാഗം അത് നല്ല രീതിക്ക് ലാഗല്ല, കുറേ ലെങ്ത് ഉണ്ടായിരുന്നു. ലെങ്ത് ഉണ്ടായിരുന്നു അത്യാവശ്യം. എന്ന് വെച്ചാൽ ഞങ്ങൾ 9 പടത്തിന് വേണ്ടിയിട്ട് 11 മണിയായിട്ട് ഇന്റർവ്യൂ ആവുന്നില്ല. എന്താ സംഭവം കുറേ നേരം ഇരുന്നു. ഫസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ ടൈമിൽ നമുക്കൊന്നും ഒരു പിടിതിരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം, പെട്ടെന്ന് പഴയ കാലത്തോട്ട് പോകുന്നു, പുതിയ കാലത്തോട്ട് വരുന്നതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിന് ശേഷം എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് മുമ്പ് നമ്മുടെ ഡ്യൂട്ട് സാറിന്റെ എൻട്രി ഉണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ, എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഹൈപ്പ് കൊടുത്താലും ചാടിക്കറി വരുള്ളൂ. അത് വന്ന ശേഷം ഇവരുടെ കഥയെ മാറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റും, നമ്മൾ ആട് 1 എന്താ വെച്ചാൽ നീലക്കൊടുവ എന്നൊരു സംഭവമാണെങ്കിൽ ആട് 2 കമ്മട്ടം വന്നു. ആട് 3 എന്താ വെച്ചാൽ ഇവരുടെ ഒരു കല്ലാണ് ഇടല്ലേ. ഇപ്പൊ ട്വിസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ അത് വലിയ ട്വിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ ആ ഒരു സംഭവമാണ്. അത് വെച്ചാണ് ടൈം ട്രാവൽ ആവുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അത് വെച്ചാൽ ടൈം ട്രാവൽ ആണ്. പക്ഷെ ടൈം ട്രാവൽ മൂപ്പര് പക്കയെ കണക്ട് ചെയ്തില്ലടല്ല, അതാണ് നമുക്ക് പറയുന്നത്, എടുത്തു പറയുന്നത്. എന്ന് വെച്ചാൽ പക്കയെ കണക്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം. എന്ന് വെച്ചാൽ തമിഴിലൊക്കെ ടൈം ട്രാവൽ നമ്മൾ മൂവി കണ്ടു, മറ്റേ 24 ആണെങ്കിൽ പിന്നെ മാർക്ക് ആന്റണി, പിന്നെ അതുപോലെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കുറേ സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നൊരു സംഭവം, അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് ആട് 3 എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിക്ക് എടുത്തിട്ടില്ല, നല്ല രീതിക്ക്. പിന്നെ അതിലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഫോറിൻ ക്യാരക്ടർ ഒരാൾ വരുന്നുണ്ട്, ഒരു ലേഡി, അവരുടെ ടീമും പക്കയായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മലയാള സിനിമയിലൊക്കെ മെയിനായിട്ട് കാണുന്നത് വെച്ചാൽ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയൊക്കെ പറയുമ്പോൾ വെളിയിൽ നിന്ന് വരുമല്ലോ, അതുപോലെ വന്നാൽ ഡ്യൂഡ് സാറും. പക്ഷേ ഇത് ഡ്യൂഡ്ക്ക് മേലെ ഒരാൾ എന്ന് വെച്ചാൽ പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കിപ്പോൾ ഇതിലൊരു മ്യൂസിക് ഇഷ്ടപ്പെട്ട വെച്ചാൽ പുതുതായിട്ടൊരു BGM വന്നിട്ടില്ല. BGM പറഞ്ഞ ഒരു റാപ്പ് പോലത്തെ ഒരു സംഭവം, നമ്മുടെ പാപ്പൻ്റെയും ഡ്യൂഡിൻ്റെയും കൂടെ ആ ഒരു സീനിൽ, രണ്ടുപേരും കൂടെ ഒരു സീനിൽ പെട്ടെന്ന് ഒരു സംഭവം, അത് നൈസായിട്ട്. പിന്നെ വേറെ എന്താ എടുത്ത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ പാപ്പൻ്റെ തന്നെയല്ല ക്യാരക്ടർ. അതേ സംബന്ധിച്ച് ആ ടൈം ട്രാവലിലുള്ള സംഭവം കൂടുതൽ നമുക്ക് പഴയ കാലഘട്ടം, അതായത് AD കാലഘട്ടത്താണ് കൂടുതൽ ഈ സിനിമയിൽ വരുന്നത് ആട് 3. അപ്പോൾ അതാണ് റിലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ അതുവഴി ഇപ്പോൾ പറയാം ആട് 4 വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം, എന്നാലും കാണാത്തവർക്ക് വേണ്ടി ആട് 4 എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ പുള്ളിക്കാരെ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പഴയ കാലഘട്ടം കൂടുതൽ ആൾക്കാർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി. അടുത്ത പാർട്ടിലും ഇത് തന്നെയാണെന്നൊരു സംഭവം മനസ്സിലായി. എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യും കാണാൻ വേണ്ടിയിട്ട്. ആട് 1, 2 ഒക്കെ എന്ന് വെച്ചാൽ വടംവലി ഒരു നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കും പ്രതീക്ഷിക്കുക ആട് 3 തന്നെ ആയിരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഒരു സംഭവം നമുക്ക് തന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആട് 4 ആട് 3 2 ടൈം ട്രാവൽ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം ലിങ്ക് ചെയ്തിട്ട് അത്യാവശ്യം നൈസാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇരുമ്പ്, നമ്മുടെ മാമുക്കോയ പുള്ളിക്കാരനില്ല എന്ന് വെച്ചാൽ ആൾക്കാരല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ പഴയ ക്യാരക്ടറൊക്കെ നന്നായിട്ടാണ്. പിന്നെ എല്ലാവരുടെയും സ്കിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വയസ്സായ പോലെയൊക്കെ എല്ലാവർക്കും തോന്നിക്കുന്നുണ്ട്. കാര്യമില്ല, അതെന്താ വെച്ചാൽ ഓരോ കാലഘട്ടം പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ആട് 4 വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണില്ല സത്യം പറഞ്ഞാൽ. ഓവറോൾ നൈസാണ് ഇല്ലാതെ. പക്ഷേ കോമഡി എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട് 1 2 ഒക്കെ കോമഡി നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നോർമലി അവിടെ കോമഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നൈസാണ്, ലാഗില്ല, പക്ക പടം സൂപ്പറായി പോകുന്നുണ്ട്. നമുക്ക് വെറുതെ തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ. ഞാൻ എന്തായാലും ഒന്നുകൂടി പോയി കാണുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി ഫസ്റ്റ് വന്ന് കണ്ടതാണ്. സോ അതെനിക്ക് പറയാനുള്ളൂ. എനിവേ നൈസ് മൂവി. ഇനിയിപ്പോൾ ദുരന്തർ വന്നിട്ടില്ല, അതൊന്ന് കാണണം. അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇനി നമ്മൾ ആട് 4 എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇല്ലടല കൂടുതൽ മുഷിപ്പിക്കുന്നത് എന്താ വെച്ചാൽ കാറിൽ ഈസി എന്തായാലും ചൂടടിക്കട്ടെ. സോ അത്രേ പറഞ്ഞുള്ളൂ ഇല്ലടല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ വെയിറ്റ് ചെയ്യുന്ന വീഡിയോ തുടരെ വരുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്.